ലെൻസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഹായ് എവരിവൺ. അപ്പോൾ നമ്മൾ +1 ഫിസിക്സിലെ വർക്ക്, എനർജി ആൻഡ് പവർ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇതിനു മുമ്പുള്ള ടോപ്പിക്സ് ഒക്കെ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ കുറച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്ക് എന്ന ടോപ്പിക്ക്. വർക്ക് എന്നുള്ള ഈ ടോപ്പിക്കിൽ ആദ്യം പറയാൻ പോകുന്നത് ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആയിട്ട് ഒരു ഒബ്ജക്റ്റിനെ ഡി എന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കിയാൽ, അതായത് ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് എഫ് എന്നുള്ളത് ഡി എന്നുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ് ഒരു ഒബ്ജക്റ്റിന് ഉണ്ടാക്കുകയാണെങ്കിൽ, ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് എഫ്, കോൺസ്റ്റന്റ് ഫോഴ്സ് ഇത് ഈ ഒബ്ജക്റ്റിനെ ഡി എന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ, ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് എഫ് ഡി എന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിൾ തീറ്റ എന്നുവാണെങ്കിൽ, അതായത് ഒരു കോൺസ്റ്റന്റ് ഒരു ഫോഴ്സ് ഡി എന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാക്കുകയാണ്, ഡി എന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാക്കുകയാണ്. അതുപോലെ ഈ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? തീറ്റ എന്നാണ്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ഡബ്ല്യു എന്ന് പറയുന്നത് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി. വർക്ക് ഡൺ ഡബ്ല്യു എന്നുള്ള ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വർക്ക് ഡൺ ഈക്വൽ ടു എഫ് ഡോട്ട് ഡി. എഫ് ഡോട്ട് ഡി പറഞ്ഞാൽ സ്കേലാർ പ്രോഡക്റ്റ് ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. എഫ് ഡോട്ട് ഡി എന്നാൽ എന്തായിരിക്കും? നമുക്കറിയാം സ്കേലാർ പ്രോഡക്റ്റ് എഫ് ഡോട്ട് ഡി എന്ന് പറയുമ്പോൾ ഈക്വൽ ടു എഫ് ഡി കോസ് തീറ്റ. എഫ് ഡി കോസ് തീറ്റ. അപ്പോൾ ഇതിന് ഇങ്ങനെ എഴുതാം, എഫ് കോസ് തീറ്റ ഇൻറ്റു ഡി. എഫ് കോസ് തീറ്റ ഇൻറ്റു ഡി, അതായത് എഫ് ഡോട്ട് ഡി ഈക്വൽ ടു എഫ് ഡി കോസ് തീറ്റ. അതിന് ഇങ്ങനെ എഴുതാം, എഫ് കോസ് തീറ്റ ഇൻറ്റു ഡി. ഇങ്ങനെ എഴുതുന്നത് വെച്ചാൽ ഈ വർക്ക് ഡണ്ണിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ, വർക്ക് ഡൺ എന്നുള്ളതിന്റെ ഡെഫിനിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് വെച്ചിട്ടാണ് വർക്ക് ഡൺ എന്നുള്ളതിന്റെ ആ ഡെഫിനിഷൻ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഈ എഫ് കോസ് തീറ്റ എന്നുള്ളത്, ഇപ്പൊ എഫ് എന്നുള്ള വെക്ടർ ഇങ്ങനെയാണെങ്കിൽ, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഇങ്ങനെയാണെങ്കിൽ, നമ്മളുടെ ആംഗിൾ തീറ്റ. അങ്ങനെയാണെങ്കിൽ കമ്പോണന്റ് ഓഫ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എഫ് കോസ് തീറ്റ ആയിരിക്കും. കമ്പോണന്റ് ഓഫ് ഫോഴ്സ്, ഈ എഫിന്റെ രണ്ട് കമ്പോണൻസ് ഉണ്ടാവുമല്ലോ, ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റും. അപ്പൊ കമ്പോണന്റ് ഓഫ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? എഫ് കോസ് തീറ്റ എന്നുള്ളതായിരിക്കും. കമ്പോണന്റ് ഓഫ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എഫ് കോസ് തീറ്റ. അപ്പൊ ആ എഫ് കോസ് തീറ്റ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ത്? ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത്. അതായത് എഫ് കോസ് തീറ്റ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ത്? വർക്ക് ഡൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ വർക്ക് ഡണ്ണിന്റെ ഡെഫിനിഷൻ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, അത് ഇവിടെ പറയാം. വർക്ക് ഡൺ എന്നുള്ളതിന്റെ ഡെഫിനിഷൻ, വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഈസ് വർക്ക് ഡൺ by a force is product of component of force in the direction of displacement and magnitude of displacement. അതായത് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഇസ് പ്രോഡക്റ്റ് ഓഫ് കമ്പോണന്റ് ഓഫ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഈ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണമെന്നില്ല. ആ സംഭവം വർക്ക് ഡണ്ണിന്റെ ഫോർമുല എഫ് ഡി കോസ് തീറ്റ എന്നുള്ളതിൽ നിന്ന് എഫ് കോസ് തീറ്റ ഇൻറ്റു ഡി എന്ന് എഴുതാം. അതിൽ നിന്നാണ് ഈ ഡെഫിനിഷൻ വരുന്നത്. അത് എന്താണെന്ന് വർക്ക് ഡൺ എന്നുള്ള സംഭവം പറയുന്നതാണ് സംഭവം. അത് നമ്മൾ പറഞ്ഞു, വർക്ക് ഡൺ സമം എഫ് കോസ് തീറ്റ ഇൻറ്റു ഡി എന്ന് എഴുതാന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഈ ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത്. കമ്പോണന്റ് ഓഫ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എഫ് കോസ് തീറ്റ. അതുപോലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഡി. തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്.
ആണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോർമുല അറിഞ്ഞിരിക്കുക, വർക്ക് ഡൺ സമം എഫ് ഡോട്ട് ഡി അല്ലെങ്കിൽ എഫ് ഡി കോസ് തീറ്റ. ഇതാണ് പ്രോബ്ലം ചെയ്യാനൊക്കെ ഈ ഫോർമുലാസ് ആയിരിക്കും ആവശ്യമായിട്ട് വരിക. എഫ് ഡോട്ട് ഡി അല്ലെങ്കിൽ എഫ് ഡി കോസ് തീറ്റ സ്കേലാർ പ്രോഡക്റ്റ് ആണ്. സ്കേലാർ പ്രോഡക്റ്റിനെ കുറിച്ചും അതുപോലെ വെക്ടർ പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ് ഇതിന്റെ മുമ്പുള്ള വീഡിയോസിൽ. അപ്പൊ ഇതാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഇനി നോ വർക്ക് ഈസ് ഡൺ ഇൻ ദ കേസസ് ഓഫ്, അതായത് വർക്ക് ഡൺ 0 ആവുന്ന കുറച്ച് കേസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വർക്ക് ഡൺ 0 ആകുന്ന ചില കേസസ് പറയാം, ഒരു 3 കേസ് പറയാം. അതായത് വർക്ക് ഡൺ നമുക്കറിയാം എഫ് ഡി കോസ് തീറ്റ. ഇപ്പോൾ വർക്ക് ഡൺ 0 ആവുന്ന 3 കേസസ് പറയാം. ഒരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ഒരാള് ഒരു വെയിറ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു കുറച്ചു നേരം വെയിറ്റ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഡിസ്പ്ലേസ്മെന്റ് ഒന്നുമില്ല, അതായത് ആ ഹോൾഡ് ചെയ്തിരിക്കുന്ന വെയിറ്റിന് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ അവിടെ വർക്ക് ഡൺ 0 ആണ്. ഡിസ്പ്ലേസ്മെന്റ് 0 ആയതുകൊണ്ട് തന്നെ ഡി ഈക്വൽ ടു 0 ആയതുകൊണ്ട് തന്നെ ഏത് വർക്ക് ഡൺ ആ കേസിൽ 0 ആണ്. ഡി ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. സോറി, വർക്ക് ഡൺ 0 ആണ്. ഡിസ്പ്ലേസ്മെന്റ് 0 ആയതുകൊണ്ട് തന്നെ വർക്ക് ഡൺ 0 ആണ്. ഇനി വേറെ കേസ് പറയാം. അതായത് ഒരു എക്സാമ്പിൾ പറയാം. ഫോഴ്സ് 0 ആവുന്ന ഒരു കേസ് പറയാം. ഫോഴ്സ് 0 ആകുമ്പോൾ എന്താകും? വർക്ക് ഡൺ 0 ആകും. കാരണം വർക്ക് ഡൺ എന്ന് പറയുന്നത് എഫ് ഡി കോസ് തീറ്റ ആയതുകൊണ്ട് തന്നെ വർക്ക് ഡൺ എന്താവും? 0 ആകും. ഫോഴ്സ് 0 ആകുമ്പോഴും ഒരു യൂണിഫോം വെലോസിറ്റിയിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതുപോലെ ആ സർഫസ് ഫ്രിക്ഷൻലെസ് ആണെന്ന് വിചാരിക്കണം, സ്മൂത്ത് ഫ്രിക്ഷൻലെസ് സർഫസ് ആണെന്ന് വിചാരിക്കണം. അപ്പോൾ ഒരു സ്മൂത്ത് ഫ്രിക്ഷൻലെസ് സർഫസിലൂടെ യൂണിഫോം വെലോസിറ്റിയോടെ മൂവ് ചെയ്യുമ്പോൾ എന്താണ്? ആ ഒബ്ജക്റ്റിന് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഒബ്ജക്റ്റിന്റെ ഫോഴ്സ് 0 ആയിരിക്കും. എഫ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ ആ കേസിൽ എന്താണ്? വർക്ക് ഡൺ 0 ആയിരിക്കും. ഈ ഫോർമുല വെച്ച് എന്തായിരിക്കും? വർക്ക് ഡൺ 0 എന്ന് ലഭിക്കും. ഇനി വേറൊരു കേസ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഒരു ഒബ്ജക്റ്റിന്റെ കേസിൽ ഇവിടെ എം ജി എന്നുള്ള ഫോഴ്സ് ഇതിനെ ആക്ട് ചെയ്യുന്നുണ്ട്. എം ജി ഗ്രാവിറ്റേഷൻ ഫോഴ്സ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, എം ജി. അതുപോലെ ഈ ഒബ്ജക്റ്റ് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി. ആ കേസിൽ വർക്ക് ഡൺ എന്താണ്? 0 ആണ്. തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആകുമ്പോഴും വർക്ക് ഡൺ 0 ആണ്. തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആകുമ്പോൾ വർക്ക് ഡൺ 0. അപ്പൊ അത് ഒരു വർക്ക് ഡണിന്റെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞതാണ്. ഇത് വർക്ക് ഡൺ 0 ആകുന്ന കുറച്ച് കേസസ് ഡിസ്കസ് ചെയ്തു മാത്രം, കുറച്ച് എക്സാമ്പിൾസ്. ഇനി വർക്ക് ഡൺ നെഗറ്റീവ് ആകുന്ന കേസുകളുണ്ട്. വർക്ക് ഡൺ നെഗറ്റീവ് ആകുന്ന കേസ്, ഒരു ഒബ്ജക്റ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഈ ഒബ്ജക്റ്റ് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ ഫ്രിക്ഷൻ എന്നുള്ളത് ഈ ഡയറക്ഷനിലും ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് തമ്മിലുള്ള ആംഗിൾ തീറ്റ അപ്പോൾ 180 ഡിഗ്രി ആയിരിക്കും. വർക്ക് ഡൺ സമം എഫ് ഡി കോസ് തീറ്റ, എഫ് ഡി കോസ് 180 ഡിഗ്രി. കോസ് 180 ഡിഗ്രി എന്ന് പറയുന്നത് -1, അപ്പൊ മൈനസ് എഫ് ഡി എന്ന് ലഭിക്കും. അതായത് ഈ കേസിൽ ഫ്രിക്ഷൻ ഇവിടെ ചെയ്യുന്ന വർക്ക് ഡൺ എന്താണ്? നെഗറ്റീവ് വർക്ക് ഡണ്ണിന് ഒരു എക്സാമ്പിൾ ആണ്. ഇവിടെ ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് ഡൺ എന്താണ്? ഫ്രിക്ഷൻ ഫോഴ്സ് മൂലമുള്ള വർക്ക് ഡൺ ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. ഈ കേസിൽ നെഗറ്റീവ് ആയിരിക്കും ലഭിക്കുക. ഇവിടെ ഫ്രിക്ഷൻ, ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിന്റെ കേസിൽ ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് ഡൺ നെഗറ്റീവ് ആയിട്ടാണ് ലഭിക്കുക. ഇനി വർക്ക് ഡണ്ണിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ. എനർജിയുടെ യൂണിറ്റും എന്താണ്? ജൂൾ. വർക്ക് ഡണ്ണും എനർജിക്കൊക്കെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ എന്നാണ്. അപ്പോൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് എനർജിയുടെ യൂണിറ്റ്സ് അല്ലെങ്കിൽ വർക്ക് ഡണ്ണിന്റെ യൂണിറ്റ്സ് പറയാം. 1 എർഗ് ഈക്വൽ ടു 10⁻⁻7 ജൂൾ. 1 എർഗ് ഈക്വൽ ടു 10⁻⁻7 ജൂൾ. അതുപോലെ 1 ഇലക്ട്രോൺ വോൾട്ട് ഈക്വൽ ടു 1.6 into
10 raised to minus 19 joule. 1 electron volt equal to 1.6 into 10 raised to minus 19 joule. അതുപോലെ 1 calorie equal to 4.186 joule. 1 calorie equal to 4.186 joule. അതായത് എനർജി അല്ലെങ്കിൽ വർക്ക് ഡൺ കോമൺലി യൂസ് ചെയ്യുന്ന യൂണിറ്റ്സുകൾ അതിന്റെ രണ്ടിലേക്കുള്ള കൺവേർഷൻസ് ആണ് പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഒരു കലോറി എത്ര ജൂളാണ്, ഒരു ഇലക്ട്രോൺ വോൾട്ട് എത്ര ജൂളാണ്, ഒരു എർഗ് എന്നുള്ള എത്ര ജൂളാണ്, അതുപോലെ 1 കിലോവാട്ട് അവർ 1 kWh എന്ന് പറയുന്നത് 3.6 into 10 raised to 6 joule. 3.6 into 10 raised to 6 joule. ഇതാണ് എനർജിയിൽ കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് യൂണിറ്റ്സുകൾ എന്ന് പറയുന്നത്. 1 എർഗ്, ഇലക്ട്രോൺ വോൾട്ട്, കലോറി, അതുപോലെ kWh കിലോവാട്ട് അവർ എന്ന് പറയും. ഇതൊക്കെ ഓരോ എനർജിയുടെ യൂണിറ്റ്സ് ആയിട്ട് പല ഇടങ്ങളിലും ഉപയോഗിക്കും. അപ്പോൾ അതിന്റെ ജൂളിലേക്കുള്ള കൺവേർഷൻ അറിഞ്ഞിരിക്കുക. കാരണം ജൂൾ എന്നുള്ളത് SI യൂണിറ്റ് എന്താണ്, ജൂളിലാണ്. അപ്പോൾ പല സമയത്തും ഈ കൺവേർഷൻസ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് അതിന്റെ കൺവേർഷൻസ് ആയിട്ട് അതിന്റെ കൺവേർഷൻ ഓരോ യൂണിറ്റുകളും ഓരോ യൂണിറ്റ്സിലും, അതായത് 1 ഇലക്ട്രോൺ വോൾട്ട് എത്ര ജൂൾ, അങ്ങനെ ഓരോന്നും എന്നുള്ളത് എത്രയാന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ വർക്ക് എന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.